തൃപ്പൂണിത്തറമ്പലം വരെ ഒന്ന് പോയിട്ട് വരാട്ടാ. അങ്ങനെ പറഞ്ഞിറങ്ങിയതും പുറത്ത് ഒടുക്കത്തെ മഴ. അങ്ങനെ മഴയത്ത് ഒരു കണക്കിന് ഞങ്ങൾ അവിടെ എത്തി. മേളം തുടങ്ങിയിട്ടുണ്ടാവുന്ന ഓർത്ത്, പക്ഷെ തുടങ്ങിയിട്ടുണ്ടായില്ലട്ടാ. അപ്പൊ നോക്കുമ്പോഴാണ് അച്ചുക്കുട്ടി കൈകുട്ടിക്കളി പഠിപ്പിച്ച അവന്റെ സ്റ്റുഡൻസ് അവിടെ വന്നിരിക്കുന്നത്, അമ്മുക്കുട്ടിയും ഫാമിലി. അങ്ങനെ കുറച്ചുപേര് അവരോടൊക്കെ സംസാരിച്ച് നിന്ന് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി നോക്കുമ്പോഴാണ് കണ്ണൻ ചേട്ടനും കുഞ്ഞോളും അമ്മായിയും കൂടി വന്നേക്കുന്നത്. അപ്പോഴാണ് കണ്ണൻ ചേട്ടൻ പറഞ്ഞ കൊട്ടു തുടങ്ങാൻ സമയം എടുക്കും, ബാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പോയി. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും ചിന്നു പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, എന്തായാലും സമയം എടുക്കൂലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളും കൂടി പുറത്തോട്ട് പോയി. പുറത്തോട്ട് ഇറങ്ങിയതും 2 ഷേക്കും മേടിച്ച് കുടിച്ച് അങ്ങനെ നടന്ന് ഓരോ കടയിലേക്ക് കയറി ചെറിയ ചെറിയ അലറിയുള്ള സാധനമൊക്കെ മേടിച്ച് കറങ്ങി അടിച്ച് വന്ന വഴിക്ക് ഞാൻ നോക്കുമ്പോൾ നിൽക്കേണ്ട ബജ്ജിക്കടയിൽ അവർ 4 പേരും കൂടി. അത് നേരെ ഞങ്ങളും കയറി ബജ്ജിയും കഴിച്ച് നേരെ അമ്പലത്തിലോട്ട് പിന്നെയും കയറി. അങ്ങനെ അമ്പലത്തിന്റെ അകത്തോട്ട് കയറിയതും ആനയൊക്കെ നടപ്പൂര മേളത്തിന് വേണ്ടി സെറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കണം അവിടെ. അങ്ങനെ പിന്നെ കൊട്ടും തുടങ്ങി. പിന്നെ അവിടുത്തെ എനർജി എനിക്ക് അറിയാലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മേളം ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ആന റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആനയും പോയി. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ശരി എന്നാ ബൈ.